പുറപ്പാട് പുസ്തകം 37 അധ്യായം. ബെസലേൽ പട്ടകം ഖദിമരം കൊണ്ട് ഉണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കി. അതിന് 4 കാലിന് ഇപ്പുറത്ത് 2 വളയം അപ്പുറത്ത് 2 വളയം, ഇങ്ങനെ 4 പൊൻവളയം വാർപ്പിച്ചു. അവൻ ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പെട്ടകം ചുമക്കേണ്ടതിന് ആ 2 പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി. അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അവയെ അഴിച്ചുപണിയായി ഉണ്ടാക്കി. ഒരു കെരൂബ് ഒരറ്റത്തും മറ്റേ കെരൂബ് മറ്റേ അറ്റത്തും, ഇങ്ങനെ കെരൂബുകളുടെ കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അതിൽ നിന്ന് തന്നെ ഉളവായിട്ട് ഉണ്ടാക്കി. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ആയിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കി. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി. ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന് 4 പൊൻവളയം വാർത്ത് 4 കാലിൻ്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു. മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു. മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി. വിളക്ക് അടുപ്പുപണിയായി ഉണ്ടാക്കി. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. നിലവിളക്കിൻ്റെ ഒരു വശത്തു നിന്നും 3 ശാഖ, അതിൻ്റെ മറ്റേ വശത്തു നിന്നും 3 ശാഖ, ഇങ്ങനെ 6 ശാഖ അതിൽ നിന്റെ പാർശ്വഫലങ്ങളിൽ നിന്നും പുറപ്പെട്ടു. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, ഇങ്ങനെ നിലവിളക്കിൽ നിന്നും പുറപ്പെട്ട ശാഖ 6 ഉണ്ടായിരുന്നു. വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, അതിൽ നിന്നുള്ള മറ്റേ 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, അതിൽ നിന്നുള്ള ശേഷം 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, ഇങ്ങനെ അതിൽ നിന്നും പുറപ്പെടുന്ന ശാഖ 6 കീഴെ ഉണ്ടായിരുന്നു. മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടിപ്പ് പണിയായിരുന്നു. അവൻ അതിൻ്റെ 7 ദീപവും അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. അത് 1 താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അവൻ ഖദിരമരം കൊണ്ട് ധൂമപീഠം ഉണ്ടാക്കി. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും അങ്ങനെ സമചതുരം ആയിരുന്നു. അതിന് ഉയരം 2 മുഴം ആയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അവൻ അതും അതിൻ്റെ മേൽപ്പലകകളും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാനും വക്കിന് കീഴെ 2 പാർശ്വഫലങ്ങളുള്ള ഓരോ കോണിങ്കലും ഓരോ പൊൻവളയവും ഉണ്ടാക്കി. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി. ഇങ്ങനെ 37 അധ്യായം അവസാനിക്കുന്നു.